മനേറാസ് ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് പഴം കൊണ്ട് ഒരു ഹൽവ ഉണ്ടാക്കാം. നിങ്ങൾ ഏത്തപ്പഴം കൊണ്ട് കുറേ വെറൈറ്റീസ് ഡിഷൊക്കെ ഉണ്ടാക്കി കാണും. ഏത്തപ്പഴത്തിൽ നമുക്ക് നിറയെ ഡിഷസൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇത് ചെറുപഴമാണ്, നമ്മുടെ സാധാരണ പാളയന്തോടെ പഴമാണ്. ഇതിൽ നമുക്ക് ഹൽവ ഉണ്ടാക്കാം. അതായത് നിറയെ പേർക്ക് ഇതാണ് വേസ്റ്റായി പോണത്. അപ്പോൾ നമുക്കിതിൽ എങ്ങനെ ഹൽവ ഉണ്ടാക്കാൻ നോക്കാം. ഇതിപ്പോൾ എനിക്ക് ചെറിയ സൈസാണ്. ഇപ്പോൾ കുറേ ഒരു 10-12 പഴം പോലെ എടുത്തിട്ടുണ്ട്. ചെറിയ സൈസാണ്. ഏകദേശം ഞാൻ വെയിറ്റ് നോക്കിയപ്പോൾ ഒരു 400 ഗ്രാംസ് ഉണ്ട് എൻ്റെ പഴം. അപ്പോൾ നിങ്ങൾക്ക് അല്പം കൂടിയാലും കുറഞ്ഞാലും ഒരു കുഴപ്പമില്ല ഹൽവ ഉണ്ടാക്കാൻ തന്നെ. അതുകൊണ്ട് അളവ് ഒരു പ്രശ്നമല്ല. നിങ്ങൾ ഒരു ഏകദേശം ഈ ഇത്രയും കണക്കിൽ എടുക്കുക. നമുക്കിനി ഇതിൽ മിക്സിയിലാക്കി ഒന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ പഴം എല്ലാം തോല് പൊളിച്ച് ഇതിലിട്ടിട്ടുണ്ട്. ഇതിൽ ഒരു നുള്ള് ഉപ്പിട്ട് വെള്ളം ഒന്നും ഒഴിക്കണ്ട, ഇങ്ങനെ നമുക്ക് അടിച്ചെടുക്കാം. മധുരത്തിന് ഉപ്പ് വേണം, അതുകൊണ്ട് ഒരു നുള്ള് മാത്രം ഇടുക. ഇപ്പോൾ പഴം നല്ലപോലെ അടിച്ചു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇപ്പോൾ എന്തൊരു പാനിൽ നമുക്ക് കുക്കിംഗ് ചെയ്യാനായിട്ട്, ഇത് സ്റ്റവ് ഓൺ ചെയ്തിട്ടില്ല, നമുക്ക് ബാറ്റർ അതിൽ ഒഴിക്കാം. ഇപ്പോൾ നമ്മുടെ ബനാന ബാറ്റർ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇപ്പം 2 ടേബിൾ സ്പൂൺ ഗീ കൂടെ ഒഴിക്കാം. ഞാൻ സ്റ്റവ് ഓൺ ചെയ്തിട്ടില്ല, എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് സ്റ്റവ് കത്തിക്കാം. ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒഴിച്ച ഗീ അതിലൊന്ന് മിക്സ് ആകണവരെ ഒന്ന് മിക്സ് ചെയ്യാം. അതായത് നിങ്ങൾ ഇത് ഗീ ഒഴിക്കാതെ സ്റ്റവ് ഓൺ ചെയ്യരുത്. ഇത് ബനാന മാത്രം ഉണ്ടെങ്കിൽ ശരിയാകത്തില്ല. അതുകൊണ്ട് അല്പം അതിൽ ഗീയും കൂടെ ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ. ഇപ്പം ഞാൻ ഇതിൽ പഞ്ചസാരയല്ല എടുക്കണത്, ശർക്കരയാണ് എടുക്കാൻ പോണത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 കപ്പ് ശർക്കര ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് പാനിയാക്കി വെച്ചിട്ടുണ്ട്. അലിയിച്ചെടുക്കാം. നിങ്ങൾക്ക് കല്ലൊന്നും ഇല്ലാത്ത ശർക്കരയാണെങ്കിൽ അങ്ങനെ ഇടാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളത്തിൽ 1 കപ്പ് ശർക്കര. നിങ്ങൾ ശർക്കര എല്ലാം അളവ് നിങ്ങളുടെ ആവശ്യത്തിനാണ്. ഇത്ര തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടാം, കുറച്ച് വേണമെങ്കിൽ കുറച്ചിടാം. നമുക്ക് എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് നമ്മുടെ ശർക്കര സിറപ്പ് ഒഴിക്കുകയാണ്. മധുരം നിങ്ങൾക്ക് നോക്കിയിടുക. നിങ്ങളുടെ ശർക്കരയിൽ ഉപ്പുണ്ടെങ്കിൽ ഉപ്പിടണ്ട. ഞാൻ ആ പഴം അരയ്ക്കുമ്പോൾ 1 നുള്ളു ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുറുകി വരട്ടെ, അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ സമയം ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു ശകലം വെള്ളം ഒഴിച്ച് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്യാം. ഏകദേശം ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഫ്ലെയിം മീഡിയം ഹൈ അങ്ങനെ വയ്ക്കുക. എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കണ്ട, എപ്പോഴും ഹൈ ഫ്ലെയിമിലും വെക്കണ്ട. അപ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കുറുകി തുടങ്ങുമ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലോർ ഒഴിക്കാം. ഞാനിപ്പോൾ പറഞ്ഞായിരുന്നു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഒരു കുറച്ച് വെള്ളം, ആവശ്യത്തിന് വെള്ളം, അളവൊന്നും വേണ്ട. അങ്ങനെ എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഏകദേശം തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റിൽ തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമുക്കിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ ഗീ ഒഴിക്കുന്നുണ്ട്. ഞാൻ ഗീ ഒഴിച്ചിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ മിക്സ് ചെയ്യാം. ഒരു 4 ടേബിൾ സ്പൂൺ ഗീയൊക്കെ മതിയാകും നിങ്ങൾക്ക്. ഞാൻ നട്ട്സൊക്കെ എക്സ്ട്രാ ഫ്രൈ ചെയ്യണില്ല, ഇതിൽ തന്നെ അങ്ങ് എടുത്തേക്കും. ഇത് ഈ ഗീയൊക്കെ അതിൽ നല്ല അബ്സോർവ് ചെയ്ത് ഇത് നല്ലപോലെ, അതായത് നമുക്ക് ഒഴിച്ച ഗീ അതിൽ നിന്ന് പുറത്ത് വരണം, അതുവരെ നമുക്കിനി മിക്സ് ചെയ്യണം. അതാണ് ഹൽവ. ഏത് ഹൽവ നിങ്ങൾ ഉണ്ടാക്കിയാലും ഈ ഒഴിച്ച ഗീ പുറത്ത് വരണവരെ നിങ്ങൾ മിക്സ് ചെയ്യണം. അപ്പോൾ തന്നെ ഹൽവ കറക്റ്റ് പെർഫെക്റ്റായിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ശരിയാകത്തില്ല. അതൊന്ന് ശ്രദ്ധിക്കണം എപ്പോഴും. ഇതിലേക്ക് ഞാൻ 1 നുള്ള് ഏലക്കപ്പൊടി ഇടുകയാണ്. ഞങ്ങളുടെ മനേറാസ് ബോക്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മനേറാസ് ബോക്സിൻ്റെ സൈഡിൽ റെഡ് കളറിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്താൽ ബെൽ ബട്ടൺ വരും. അതുകൂടെ ക്ലിക്ക് ചെയ്താൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ വരും. അതുകൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് എല്ലാം കറക്റ്റായിട്ട് കിട്ടണമായിരിക്കും. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് എല്ലാം ഗീയൊക്കെ അതിൽ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഗീ പുറത്ത് വരണം, അതുവരെ നമുക്ക് മിക്സ് ചെയ്യാവുന്ന. കുറച്ച് നട്ട്സ് ഇടാം. അപ്പോൾ ഇതിൽ കുറച്ച് നട്ട്സ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഒഴിച്ച ഗീ ഇതുകൊണ്ട് പുറത്ത് വന്നിട്ടുണ്ട്, കണ്ട. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് സെറ്റായിട്ടുണ്ട്. എല്ലായിടവും ഗീ ഒന്ന് പുറത്ത് വരണം. ഇതാണ് കറക്റ്റ് പാകം എന്ന് പറയുന്നത്. നമുക്കിനി ഇതൊരു ട്രെയിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചെറുപഴം കൊണ്ടുള്ള ഹൽവ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന് മുമ്പിൽ നമുക്ക് ഡേറ്റ്സ് ഹൽവയുടെയും എല്ലാ റെസിപ്പീസ് ഉണ്ടായിരുന്നു. നിങ്ങൾ കാണാത്തവർ കാണുക. നല്ല എളുപ്പവുമാണ്. ചോറ് കൊണ്ട് ഉണ്ടാക്കിയ ഹൽവ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് എക്സ്ട്രാ കളറൊന്നും ഇട്ടിട്ടില്ല. നമുക്ക് ശർക്കരയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഹെൽത്തിയുമാണ്. ഒരു 15 മിനിറ്റ്സ് വരെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. ഇതിൻ്റെ അളവുകൾ കൃത്യമായിട്ട് ഒന്നും വേണ്ട, നിങ്ങൾക്ക് ആവശ്യം പോലെ ഇടാം.
ഞാൻ നല്ല സോഫ്റ്റുമാണ്, ഞാൻ കാണിക്കാം. ഉണ്ടോ, നല്ല സോഫ്റ്റായ ഹൽവ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.